പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ പങ്കെടുക്കാൻ തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി ഡൽഹിയിലെത്തിയിരിക്കെ പാർട്ടിയിൽ വൻ പൊട്ടിത്തെറി. തൃണമൂലിന്റെ 28 ലോക്സഭാ എംപിമാരിൽ 20 പേർ NDA സഖ്യത്തിൽ ചേരാൻ ഒരുങ്ങുന്നതായി വിവരം. ജനവിധി മാനിച്ച് തങ്ങളുടെ ഭാവി രാഷ്ട്രീയം NDAയ്ക്കൊപ്പമായിരിക്കുമെന്ന് പാർട്ടി ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ അസംതൃപ്തനായ മുതിർന്ന നേതാവ് കാഗോളി ഘോഷ് ദസ്തിദാർ വ്യക്തമാക്കി. താനടക്കം 20 തൃണമൂൽ എംപിമാർ NDAയുടെ ഭാഗമാകാനുള്ള തങ്ങളുടെ താൽപര്യം ഔദ്യോഗികമായി അറിയിച്ചുകൊണ്ട് സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്തയക്കാൻ തീരുമാനിച്ചതായി ദസ്തിദാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ശിവസേനയിലെ പിളർപ്പിന് സമാനമായ സംഭവങ്ങളാണ് നിലവിൽ പശ്ചിമ ബംഗാളിലും നടക്കുന്നത്. സംസ്ഥാനത്ത് പുറത്താക്കപ്പെട്ട വിമത നേതാവ് ഋതബെത്ര ബാനർജിയുടെ നേതൃത്വത്തിൽ 58 MLAമാർ പ്രത്യേക ബ്ലോക്ക് രൂപീകരിക്കുകയും തങ്ങളാണ് യഥാർത്ഥ തൃണമൂൽ എന്ന് അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ലോക്സഭയിലെ തൃണമൂൽ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് ദസ്തിദാറെ മാറ്റി കല്യാൺ ബാനർജിയെ നിയമിച്ചത് മുതലാണ് അതൃപ്തി പരസ്യമായത്. ഇതിന് പിന്നാലെ ബാരാസത്ത് എംപിയായ ദസ്തിമാർ പാർട്ടി പദവികൾ രാജിവെക്കുകയും രാഷ്ട്രീയ കൺസൾട്ടൻസി കമ്പനിയായ ഐപാക്കിനെ പാർട്ടി കാര്യങ്ങൾ ഏൽപ്പിച്ച തീരുമാനത്തെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ബംഗാളിൽ തൃണമൂലിന്റെ അടിത്തറ ഇളകുന്ന കാഴ്ചയാണ് കാണുന്നത്. പാർട്ടിയിലെ രണ്ടാമനായ അഭിഷേക് ബാനർജി അടക്കമുള്ള നേതാക്കൾക്കെതിരെ ജനരോക്ഷം ശക്തമാണ്. രണ്ടാം നിര നേതാക്കളും 100ഓളം കൌൺസിലർമാരും ഇതിനകം പാർട്ടി വിട്ടുകഴിഞ്ഞു. മുൻപൊക്കെ ബഹുമാനത്തോടെ ദീദി എന്ന് മാത്രം വിളിച്ചിരുന്ന മമതാ ബാനർജിയെ ഇപ്പോൾ അണികൾ പേരെടുത്ത് വിളിക്കാൻ തുടങ്ങിയത് പാർട്ടിയിലുണ്ടായ അധികാരക്ഷയത്തിന്റെ തെളിവായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. സംസ്ഥാനത്ത് ഭരണം നഷ്ടപ്പെടുകയും പാർട്ടി കേവലം 80 സീറ്റുകളിലേക്ക് ചുരുങ്ങുകയും ചെയ്തതോടെയാണ് തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ കലാപം രൂക്ഷമായത്. ലോക്സഭയിലെ തൃണമൂലിന്റെ പ്രധാന മുഖങ്ങളായ മഹുവ മൊയ്ത്രയും കല്യാൺ ബാനർജിയും തമ്മിലുള്ള പരസ്യപ്പോരും ഡൽഹിയിൽ തിരിച്ചടിയായി. നിയമസഭയിൽ ആകെയുള്ള 294 സീറ്റുകളിൽ 207 സീറ്റുകൾ നേടി BJP ചരിത്ര വിജയം സ്വന്തമാക്കുകയും സുവേന്ദു അധികാരി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്തിരുന്നു. സ്വന്തം തട്ടകമായ ഭവാനിപ്പൂരിൽ സുവേന്ദു അധികാരിയോട് മമതാ ബാനർജി പരാജയപ്പെടുകയും ചെയ്തു. ഇതിന് പിന്നാലെ തൃണമൂലിൽ നിന്ന് പുറത്താക്കപ്പെട്ട വിമത നേതാവ് ഋതബെത്ര ബാനർജി 58 TMC MLAമാരുടെ പിന്തുണയോടെ സ്പീക്കർ പ്രതിപക്ഷ നേതാവായി അംഗീകരിച്ചതും മമതയ്ക്ക് കനത്ത തിരിച്ചടിയായി. അതിനിടെ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരായ ജനക്കൂട്ടത്തിന്റെ ആക്രമണം തുടരുകയാണ്. അഴിമതി, ക്രിമിനൽ കേസുകളിൽ അറസ്റ്റായ കൊൽക്കത്ത കോർപ്പറേഷൻ കൌൺസിലർ ബാപ്പാദ്യ ദാസ് ഗുപ്ത, മുഹമ്മദ് ജസിമുദ്ദീൻ എന്നിവരെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് കള്ളൻ എന്ന് വിളിച്ച് ജനക്കൂട്ടം മുട്ടയെറിഞ്ഞു. നഗരത്തിൽ 2 ഇടത്തായിരുന്നു സംഭവം. ഹൗറയിൽ തൃണമൂൽ നേതാവിനു വേണ്ടി കൈക്കൂലി വാങ്ങിയിരുന്ന സന്നാഷി മന്ന എന്നയാളെ ജനക്കൂട്ടം തലമൊട്ടയടിച്ച് ചെരുപ്പുമാല അണിയിച്ചു നടത്തി. പോലീസ് പിടികൂടാതിരിക്കാനായി മുഹമ്മദ് ജസിമുദ്ദീൻ ഗേറ്റ് പൂട്ടി വീടിനകത്ത് ഒളിച്ചിരുന്നു. 6 മണിക്കൂറോളം ശ്രമിച്ച ശേഷമാണ് പോലീസ് പൂട്ട് തകർത്ത് അകത്തു കയറി ജസിമുദ്ദീനെ അറസ്റ്റ് ചെയ്തത്. 2023 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലായിരുന്നു അറസ്റ്റിനെ തുടർന്ന് ജസിമുദ്ദീന്റെ കൂട്ടാളികൾ നഗരത്തിൽ അക്രമം നടത്തി. 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ബാപ്പാദിത്യ ദാസ് ഗുപ്തയെ കൂട്ടാളി സൗരവ് ഘോഷിനെയും ഞായറാഴ്ചയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വീടിനോട് ചേർന്ന് ഓഫീസ് നിർമ്മിച്ചപ്പോൾ 20 ലക്ഷം രൂപ ദാസ് ഗുപ്ത കൈക്കൂലി ആവശ്യപ്പെട്ടതായി പരിമിത ദേവൻ അഭിഭാഷകയാണ് പരാതി നൽകിയത്. 2 ലക്ഷം കൊടുക്കേണ്ടി വന്നു. എന്നിട്ടും 2021 ഓഫീസ് അടിച്ചു തകർത്തതായി അഭിഭാഷകയുടെ പരാതിയിലുണ്ട്. അതിനിടെ 2021 തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഹൗറ ജില്ലയിൽ തൃണമൂൽ പ്രവർത്തകനായ ബ്രഹ്മാനന്ദ ചക്രവർത്തിയെ അറസ്റ്റ് ചെയ്തു. പോലീസ് എത്തിയപ്പോൾ വീടിനുള്ളിൽ സാരികൾക്കിടയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ചക്രവർത്തി. MLAമാർക്കും എംപിമാർക്കും പിന്നാലെ കൊൽക്കത്ത കോർപ്പറേഷനിലെ കൌൺസിലർമാരും മമതാ ബാനർജിയെ കൈയൊഴിയുന്നതായാണ് സൂചന. ഇന്നലെ മമത വീട്ടിൽ വിളിച്ചു ചേർത്ത കൌൺസിലർമാരുടെ യോഗം അവസാന നിമിഷം റദ്ദാക്കി. ഭൂരിപക്ഷം പേരും എത്തിയില്ല എന്ന സൂചനയെ തുടർന്നാണ് റദ്ദാക്കലെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം മമത വിളിച്ചു ചേർത്ത യോഗത്തിൽ 80 MLAമാരിൽ 8 പേർ മാത്രമാണ് എത്തിയത്. പാർട്ടിയുടെ 28 ലോക്സഭാ അംഗങ്ങളിൽ 4 പേരും 13 രാജ്യസഭാ അംഗങ്ങളിൽ 2 പേരും എത്തിയില്ല. ഫിർഹാദ് ഹക്കീം മേയർ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് പകരക്കാരനെ കണ്ടുപിടിക്കാനാണ് യോഗം വിളിച്ചത്. കൊൽക്കത്ത കോർപ്പറേഷനിൽ 136 കൌൺസിലർമാരാണ് പാർട്ടിക്കുള്ളത്. ഇതിൽ 8 പേർ ഇതുവരെ വിവിധ കേസുകളിൽ അറസ്റ്റിലായി. അതിനിടെ കോർപ്പറേഷൻ പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്താനാണ് പുതിയ സർക്കാരിന്റെ നീക്കം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.